സംവിധായകനിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? എനിക്ക് ഈ സിനിമയെക്കുറിച്ച് കുറച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാട്ടിലെ നന്മയും നാട്ടിലെ തിന്മയും അതെങ്ങനെ തിരിച്ചറിഞ്ഞു? തിരിച്ചറിഞ്ഞത് നമ്മുടെ ജീവിതാനുഭവത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നത്. നമ്മുടെ ജീവിതം മറ്റുള്ളവരായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിയാക്ഷൻസ് ആണല്ലോ നമുക്ക് ചില എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് നിന്നും പിന്നീട് ചില യാത്രകളിൽ നിന്നാണ് നമുക്ക് ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. അത്ര അനുഭവങ്ങളിൽ നിന്നാണ് ഇങ്ങനൊരു സബ്ജക്റ്റ് വരിക. താങ്കൾക്കുള്ള ഒരു അനുഭവം എന്തായിരിക്കും? കാരണം നമ്മൾ ഇത്തരം ആൾക്കാരുടെ അടുത്ത് ഇടപെടുമ്പോൾ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം, കാരണം അവരുടെ നന്മ, അവർക്ക് സ്വാർത്ഥതയില്ല. അപ്പൊ നമ്മളിപ്പോൾ അവരുടെ കൂടെ കുറച്ച് ദിവസം ഇടപെടേണ്ടി വന്നിരുന്നു. അപ്പൊ അവരുടെ ആ ഭാഗത്ത് നിന്ന് ഇടപെടുന്ന രീതി എന്ന് പറഞ്ഞാൽ എന്തൊരു നന്മയാണ്. അവരെ കാണും അവർക്ക് നമ്മളെയാണ് ഇഷ്ടം. പക്ഷെ നമ്മൾ ഇപ്പുറത്ത് കാണുമ്പോൾ അങ്ങനെയല്ല. അവനവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒന്നും കണ്ടില്ല കേട്ടില്ല നടിച്ചൊരു സ്നേഹബന്ധം പോലും, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ പോലും കാര്യത്തിന് വിളിക്കുക, കാര്യം കഴിഞ്ഞാൽ പോകുന്നുള്ളതാണ്. പക്ഷെ ഇവരതല്ല. അവർക്ക് ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് പോലും അവർ നമ്മൾക്ക് വേണ്ടി കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അത്ര അനുഭവം മാത്രം മതി ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പറയാം. അത് നല്ല എക്സ്പീരിയൻസ് ആയി എനിക്ക്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്തരം ഒരു സബ്ജക്റ്റ് വരുമ്പോൾ നമുക്ക് വലിയ വലിയ സിനിമകൾ വരുന്ന കാലഘട്ടം അല്ലേ? വലിയ ആർട്ടിസ്റ്റുകളുള്ള കാലഘട്ടം. ഞാനൊക്കെ ഈ ഇന്റർവ്യൂ എടുക്കാൻ തന്നെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്കൊരു കലാകാരനോ കലാകാരിയോ ആരാണെങ്കിലും അവരുടെ കഴിവാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അത് എല്ലാവരും മീഡിയാസ് എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഏത് സിനിമയ്ക്കും അതിൻ്റെ ഒരു വിജയം ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. നല്ല സിനിമയെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്യും. ഈ പറഞ്ഞ താങ്കളെ സംബന്ധിച്ചോളം ഇത്തരം ആളുകളെ കൂട്ടി ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു റിസ്ക് ആയിരിക്കാം, പൈസ മുടക്കുന്ന പ്രൊഡ്യൂസറിന് ഒരു ടെൻഷൻ ഉണ്ടാകാം. ഇതെങ്ങനെ ഈ തിരിച്ചു പിടിക്കാൻ പറ്റും? അത്തരമൊരു അങ്കലാപ്പൊക്കെ ഉണ്ടാക്കിയോ താങ്കൾക്ക്? അങ്കലാപ്പ് സാധാരണ ഒരു സിനിമയുടെ മുടക്കം മുതലെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും, ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചോളം ടെൻഷൻ ഉണ്ട്. പിന്നെ ഞാനൊരു പ്രൊഡ്യൂസർ കം ഡയറക്ടർ ആയതുകൊണ്ട് അത്യാവശ്യം മാർക്കറ്റിങ്ങിന്റെ ചില ധാരണകൾ എനിക്കുണ്ട്. പിന്നെ കഴിഞ്ഞ 2 സിനിമകളും തിയേറ്ററിക്കലായാലും ബിസിനസ്സിലായാലും എനിക്ക് പ്രോഫിറ്റ് ആയിരുന്നു, നഷ്ടമല്ല. അത് എനിക്ക് കിട്ടിയ പാഠം എന്താണെന്ന് വെച്ചാൽ സബ്ജക്റ്റും സിനിമയും വ്യത്യസ്തമാവണം എന്നുള്ളതാണ്. ഇവിടെ കണ്ടിരിക്കുന്ന വിജയത്തിന്റെ എല്ലാ സിനിമകളുടെയും ആധാരവും അത് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കൂട്ടായ്മയിലൂടെയാണ് ഈ സിനിമയുടെ ഒരു രൂപീകരണം ഉണ്ടായതെങ്കിലും പിന്നീട് നമുക്ക് ഇതിന്റെ സിനിമയുടെ ബഡ്ജറ്റ് കുറച്ചുകൂടെ നല്ല രീതിയിലേക്ക് വന്നു. കാരണം കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തൊരു സിനിമയാണത്. മറ്റേ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് സിനിമയാണ്, നമുക്ക് ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് നടത്താൻ പറ്റും. അപ്പോൾ ഇതിലങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം അതിനൊരു മിനിമം ബഡ്ജറ്റിൽ കിട്ടും എന്നുള്ളതുണ്ടല്ലോ. പക്ഷെ ഇതങ്ങനല്ല. ഈ സിനിമ ഏറ്റവും നന്നായി പുറത്ത് കാണിച്ച് മാർക്കറ്റ് ചെയ്യേണ്ട സിനിമയാണ്. അപ്പം ഇതിന്റെ അൾട്ടിമേറ്റ് ഇതിന്റെ സക്സസ് ആണ് നമ്മുടെ വിജയം വരുന്നത്, ഏത് മാർക്കറ്റിംഗ് എന്നൊക്കെയുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന ബഡ്ജറ്റ് നമ്മൾ ചിത്രീകരണത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്തപ്പോൾ ഞങ്ങളെ കൂടെ സഹകരിച്ച് വന്ന ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മൊത്തമായി ഈ സിനിമ നിർമ്മിക്കാൻ മുന്നോട്ട് വന്നു. നല്ല കല, നല്ല സബ്ജക്റ്റ് എന്ന ആ ഒരൊറ്റ ഉദ്ദേശശുദ്ധിയോടുകൂടി നന്മയുള്ള ഒരു നിർമ്മാതാവാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന്റെ ലാഭത്തെക്കാളും ഇത്തരം ഒരു വിഷയം നിങ്ങൾ ഇത്രയും നന്നായി അവതരിപ്പിക്കുമ്പോൾ അത് കണ്ടില്ല എന്നടിക്കാൻ എന്നിലെ ഉള്ളിലെ ഒരു മനുഷ്യത്വം പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യത്വമാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഇത്രയും നല്ല രീതിയിൽ ഈ പൂർത്തിയായി തിയേറ്ററിലേക്ക് എത്തുന്നതിന്റെ ആദ്യത്തെ ഘടകം. അല്ല, അതിന്റെ തെളിവ് തന്നെയാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വരെ നിങ്ങൾ അറേഞ്ച് ചെയ്തത്. തീർച്ചയായിട്ടും അല്ലെ? ഇത്രയും ഓൺലൈൻകാർ എല്ലാവരും വരുന്നെങ്കിൽ ഈ സിനിമയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെ ഉള്ള എല്ലാ മാധ്യമപ്രവർത്തകരും വരുന്നത്.